ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അല്ലാത്തവർ ലൈക്ക് ഷെയറും മറക്കരുത്. ആ ചൂണ്ടുവിരൽ വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മതിയുടെ, വലിയ ചിലവൊന്നുമില്ലല്ലോ. ഞങ്ങൾക്കതൊരു ഉപകാരമാവുകയും ചെയ്യും. ഞാനും കാവ്യം കൂടി രാവിലെ ചൊറിയും കുത്തിയിരുന്നപ്പോൾ ചുമ്മാ ഇറങ്ങിയതാട്ടോ. എവിടേക്കാന്നല്ലേ അങ്ങനെ പറയണ്ട. വീഡിയോ ഫുള്ള് സ്കിപ്പ് അടിക്കാണ്ട് കണ്ട പറയാം ഞങ്ങൾ എന്തിനാണ് പോണത് എന്നൊക്കെ. എന്തിനാണെന്ന് വേണേൽ പറയാം. ഒരു ഡ്രസ്സ് ഇറക്കി ഇറങ്ങിയത് കേട്ടോ. ആർക്ക് എന്നൊക്കെ ഞങ്ങൾ പിന്നൊരു വീഡിയോയിലൂടെ പറയാം കേട്ടോ. ഒരു സീക്രട്ട് ഉണ്ട്. റോഡ് സൈഡിൻ്റെ രണ്ട് ഭാഗവും നല്ല അടിപൊളി വ്യൂ ഉള്ള പാടങ്ങളാട്ടോ. ഇപ്പോൾ പാടമൊക്കെ എന്താണ് അപൂർവ കാഴ്ചയാണല്ലേ. അവിടെയൊക്കെ എന്താണ് ബിൽഡിംഗ് വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഞങ്ങളുടെ വണ്ടി പണി തന്നിരിക്കുകയാണ്. വണ്ടിക്ക് എണ്ണയും കൊടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിക്കുക കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു മിനി ചുരമാണ് കേട്ടോ. ആ ചുരം കടന്ന് ഞങ്ങൾ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങനെ പോയോണ്ടിരിക്കുക. ദാ ചുരം കടന്ന് പാടം കടന്ന് ചുരം കടന്ന് ഞങ്ങളത് അങ്ങനെ ഞങ്ങളുടെ ലക്കിടിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന്. അതെ ഗൈസ്, ഞാൻ ആ സത്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഞങ്ങളുടെ പോക്ക് എവിടേക്കാണ്? കുത്താമ്പുള്ളി. എവിടെ? എയർ ഹാൻഡ്ലൂംസിക്ക് തന്നെയാട്ടോ. ഞങ്ങൾ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, രണ്ട് സൈഡും അധികം അവരുടെ ബോർഡ് തന്നെയായിരുന്നു. രണ്ടാളുടെയും പിക്ചറുള്ള ബോർഡ്. അത് ഞങ്ങൾ പോയി എന്താണ് അവസാനം ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. എവിടെ? എയർ ഹാൻഡ്ലൂംസിലേക്ക് കേട്ടോ. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് പറയും വേണ്ട. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം നോക്കി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അതിനകത്തേക്ക് കയറി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രഹസനങ്ങളാരും കാണാതെ പോയതേ. ഓ, കാവ്യ ഹായ് ഒക്കെ തരുന്നുണ്ടോ? അയ്യോ ഞാനും തരുന്നുണ്ടല്ലോ. അങ്ങനെ അതാ ഞങ്ങളവിടെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ. അത് കയറി പോകാൻ നിൽക്കുകയാണ്. നല്ല തിരക്കാണെന്ന് പറഞ്ഞാലും പോരാ, കണ്ടറിയാലോ അല്ലേ. സ്റ്റെപ്പൊക്കെ കയറിയിട്ട് ഞങ്ങളിതാ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ വാരി വലിച്ചിട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണ്ട ഡ്രസ്സ് ഞങ്ങൾ എന്താണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇറങ്ങിയപ്പോഴാണ് താഴത്തതാ രാജുവേട്ടൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ കൊടുക്കാം കേട്ടോ. ആരും കേൾക്കാതെ പോകരുതേ. രണ്ട് യൂട്യൂബർമാർ അല്ലേ, ഫണ്ണസ്റ്റ് ഫാമിലി എന്നാണ് രണ്ട് പേരുകൊണ്ട് യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ അറിയുന്നത് കമന്റ് ചെയ്യാം. അപ്പോൾ അടിപൊളി വിവരങ്ങൾ എത്തട്ടെ, വീഡിയോ കൊടുത്തു കൊടുക്കാം. ഷെയറൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഇട്ട് നമ്മൾ അതിനേറ്റ് കുട്ടികളെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ കസ്റ്റമർ വാങ്ങിക്കണം. റെഡി? ഞങ്ങളങ്ങനെ എന്താണ് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ട് എന്താണ് പോകാനുള്ള പുറപ്പാടാട്ടോ. കാവ്യയുടെ കയ്യിൽ കവർ കാണാണ്ടില്ല അല്ലേ, എയർ ഹാൻഡ്ലൂംസേ. അങ്ങനെ ഞങ്ങളിതാ വണ്ടിയൊക്കെ എടുത്തു കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് കഴിച്ചിലായിട്ടുണ്ട്. ഞങ്ങളെ വണ്ടി എന്താണ് സ്ലോ ആയിക്കൊണ്ടാണ് പോണത്. കാരണം എന്താ, ഞങ്ങളീ വലിച്ചു പോകണം. ഞങ്ങൾക്കും വയ്യ. ഞങ്ങൾക്ക് എന്താണ് 2 മണി കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ വരാൻ തുടങ്ങി. പാലൊക്കെ കഴിഞ്ഞതാ എത്തിയപ്പോഴേക്കും റെയിൽവേ ഗേറ്റ് അടവും. റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് 2-3 ട്രെയിനൊക്കെ പോകാണ്ടെന്ന് പറഞ്ഞത്. 2 ട്രെയിൻ ഒരു എഞ്ചിൻ വട്ടി. എന്താ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം എന്താണ് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ എന്താണ് വെജിറ്റേറിയൻ ഫുഡാണ് ഓർഡർ ആക്കിയത്. ഞങ്ങൾക്ക് വൈകിട്ട് അമ്പലത്തിൽ പോകാണ്ട് പറഞ്ഞോണ്ടേ. പക്ഷേ അമ്പലത്തിൽ പോക്കൊന്നും നടന്നില്ല. എന്നാലും ഞങ്ങൾക്കൊരു നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടോ. എൻ്റെ കഴിക്കൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്ത്, ഞാൻ മാക്കം വെട്ടി വീഴുന്നുണ്ടേ. നല്ല ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ, അടിപൊളി ഫുഡ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് പ്രഹസനങ്ങൾ കാണാൻ പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്താണ് പൈപ്പിൽ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട്. പൈപ്പിൽ വെള്ളമില്ലാണ്ടൊന്നല്ലടോ, പൈപ്പ് നേരെ തുറന്നാലല്ലേ പൈപ്പിൽ വെള്ളം വരും. അങ്ങനെ എന്താ ലൊക്കട റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ലൊക്കട റോഡ് എന്നും പറഞ്ഞാൽ പോരാ, ഈ റോഡ് പണി കഴിഞ്ഞിട്ട് ഈ ജന്മം ഉണ്ടാവാൻ പോണില്ല. ഞങ്ങളുടെ മൂക്കിൽ പല്ല് വന്നാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുഞ്ചുപ്പടിയൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ചുപ്പടി എത്തി ഞങ്ങളെ വീട്ടിലേക്ക് എത്താനായി പറയാൻ ഞങ്ങൾക്ക് ഉറക്കം വന്നിട്ടുള്ള വരവാട്ടോ. അങ്ങനെ ഇന്ന് ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് അടിക്കാണ്ട് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കാം കേട്ടോ. ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.